നമ്മളൊരു വൺ ഡേ ട്രിപ്പ് പോവുകയാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്കൊപ്പം. കീശ്ശേരിയിൽ നിന്നാണ് തുടങ്ങുന്നത്. കീശ്ശേരിയിൽ നിന്ന് ഇങ്ങനെ യാത്ര തുടങ്ങി രാവിലെ 6:30ക്കാണ് യാത്ര തുടങ്ങുന്നത്. വയനാടൊക്കെ പോയി ബാണാസുര തുഷാരഗിരിയൊക്കെ പോയി മടങ്ങി വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ബസ് മുക്കം ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മുക്കത്തിൽ നിന്ന് അങ്ങനെ താമരശ്ശേരി അങ്ങനെ പോയി ഓളസിറ്റി, ഉടുങ്ങാക്കാട്, മക്കാമൊക്കെ പോയി മടങ്ങി വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതിപ്പോൾ ബസ് മുക്കത്തിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല മഞ്ഞൊക്കെ ഉണ്ട്. നല്ല റോഡാണ്, സുഖകരമായ യാത്രയാണ്. അങ്ങനെ നമ്മൾ ഒടുങ്ങാക്കാട് മക്കാമിലെത്തിയിരിക്കുകയാണ്. ഇന്ന് വണ്ടി ഇറങ്ങി എല്ലാവരും മക്കാമ് സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകാനുള്ള ഒരുക്കത്തിലാണ്. നല്ല വിശാലമായ വലിയ പള്ളിയാണ്. അവിടെ ഞങ്ങൾ സിയാറത്തൊക്കെ ചെയ്ത് ഞങ്ങൾ ഇറങ്ങുകയാണ്. നമ്മൾ നോളജ് സിറ്റിയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നോളജ് സിറ്റിൻ്റെ ചില കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഫോട്ടോക്കെ എടുക്കുക. നേരത്തെ പറഞ്ഞു നാടുകൊണ്ടൊക്കെ സമ്മതം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൾക്കാരുണ്ട്. നോളജ് സിറ്റിയിൽ നിന്ന് പോകുന്ന KSRTC ബസ്സാണത്. കോഴിക്കോട് പള്ളിയുടെ നല്ല നല്ല കാഴ്ചകൾ നമുക്ക് കാണാം. അതിനടിയിൽ ധാരാളം ഷോപ്പുകളുണ്ട്. ചില ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്, ചിലത് അടഞ്ഞെടുക്കുകയാണ്. ഇതവിടെ ഓടുന്നൊരു വണ്ടിയാണ്. നമുക്ക് കാശ് കൊടുത്ത് ഇതിൽ നോളജ് സിറ്റി ചുറ്റിക്കറങ്ങാം. രസമുള്ളൊരു വണ്ടിയാണ്. വളരെ നോളജ് സിറ്റി പോലെ അതിൻ്റെ വളവ്, കാഴ്ചയുടെ ആഘാതം എന്തൊക്കെ എങ്ങനെയൊക്കെയാണുള്ളതൊക്കെ സ്വന്തം കണ്ട് അങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒന്നാം വളവ് തുടങ്ങിക്കഴിഞ്ഞു. ശ്രദ്ധിച്ചോളൂ. ജയനാടെ കഷ്ടതാണ്. വെറുതെ കുറച്ച് നേരം എടുക്കുള്ളൂ. ചുരത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരക്ക് കുറവുണ്ട്, രാവിലെ ആയതുകൊണ്ടായിരിക്കും. ചില സമയത്ത് ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പോൾ തിരക്ക് ബ്ലോക്കൊക്കെ കുറവാണ്. സൈഡുകളിൽ നമുക്ക് തേയിലത്തോട്ടങ്ങൾ കാണാം. ചുരത്തുമലുള്ള നല്ല സുന്ദരമായ തോട്ടങ്ങൾ, തേയിലത്തോട്ടങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. തേയിലത്തോട്ടങ്ങളിലൂടെ ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാം. നമ്മൾ പോകുന്നത് ബാണാസുര ഡാമിലേക്കാണ്. ഏകദേശം അവിടെ എത്താനായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബാണാസുര ഡാമിലേക്ക് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വൈത്തിരിയിൽ നിന്ന് തിരിഞ്ഞാണ് പോകുന്നതെന്ന് തോന്നുന്നു. ബാണാസുര ഡാമിലേക്ക് ഡാമിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് കാണാം. വെള്ളക്കെട്ടുകളൊക്കെ കാണാൻ സാധിക്കും. ഡാമിലേക്ക് എത്തിയിരിക്കുന്നു. അവൻ്റെ മേൽഭാഗമാണത്. ഡാമിലെ വെള്ളക്കെട്ടുകൾ നമുക്ക് കാണാം. ഇതിലൂടെ ബോട്ടിൽ ക്യാഷ് കൊടുത്താൽ ബോട്ടിലൊക്കെ സഞ്ചരിക്കാം. ആളുകളൊക്കെ അതിലോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ പുറത്ത് പോയാൽ ഊഞ്ഞാലൊക്കെ നമുക്ക് കാണാം. അവിടെ നിന്ന് ഞങ്ങൾ പെട്ടെന്ന് മടങ്ങി ഇനി അടുത്തത് നമ്മൾ തുഷാരഗിരി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവുകയാണ്.
തുഷാരഗിരി വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മുടെ യാത്ര. അങ്ങനെ തുഷാരഗിരിയിലെത്തി ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി. നല്ല സുന്ദരമായ വെള്ളച്ചാട്ടം നമുക്ക് കാണാം. ധാരാളം ആളുകൾ ഇവിടെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. നല്ല വെള്ളച്ചാട്ടമാണ്. അടിയിൽ ധാരാളം ആളുകൾ തണുത്ത വെള്ളത്തിലൂടെ കുളിക്കുന്നുണ്ട്. ഇവിടെ ചെറിയ ചെറിയ വെള്ളത്തിൻ്റെ ചാലുകളൊക്കെ നമുക്ക് കാണാം. അവിടെ അങ്ങനെ ഒലിച്ച് വന്ന് ഇതിലൂടെയൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തൂക്കുപാലമുണ്ട്. ആ തൂക്കുപാലത്തിലൂടെ പുറത്തിലേക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഇതിലൂടെ എത്താൻ സാധിക്കുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. ഇതിലൂടെ പോയി വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലേക്ക് നമുക്ക് പോകാം. അരികിലൂടെയൊക്കെ ചെറിയ ചാലുകൾ വലിക്കുന്നുണ്ട്. ധാരാളം ആളുകളിവിടെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ വെള്ളം അല്പം അങ്ങനെ നിൽക്കുന്നുണ്ട്. അവിടെ ആളുകൾ കുട്ടികളൊക്കെ കളിക്കുന്നു. അപ്പുറത്തുള്ള പാലത്തിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. പാലത്തിൻ്റെ അടിയിലൂടെ ചെറിയ ചാലുകളിലൂടെ വെള്ളം അങ്ങനെ ഒഴിക്കുന്നു.